നമ്മളിങ്ങനെ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമല്ലോ, പൈസ നല്ല വലുത് എന്നാ സ്നേഹാണ്, പൈസ തന്നെ വലുത്. ആരോഗ്യവും പൈസയും ഉണ്ടെന്നുണ്ടെങ്കിലേ ഭൂമിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുക, സ്നേഹമൊക്കെ വരും. മറ്റേതിങ്ങനെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ കൊള്ളാം. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നു. അതായത് ഒരു മാജിക് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഹംസപ്പ അതെ, അത് ശരിക്കും ഒറിജിനൽ വയറായിരുന്നു. അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഹംസപ്പാനെ സെലക്ട് ചെയ്തത്. ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി, അരി ഇത് അരിന്റെ പേരാവില്ല, വേറെ എന്തിന്റെയും പേര് ലാസ്റ്റ് ഒരു അരിന്നുണ്ടാവും. സുന്ദരി. ഒരിക്കലും പറക്കാത്ത കാക്ക, മലപ്പുറത്തിന്റെ ഒരു കാക്കയാണ്. ഇയാള് പറക്കും. ഈ ഫാറൂഖ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ ഫാറൂഖും ഇല്ല. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞങ്ങള് കടയിൽ പോട്ടർമാരായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ലാലാ മലപ്പുറം ചാനൽ ഹിറ്റ് ആയതിനു ശേഷം അവര് ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ബോക്സിൽ എന്താ വേഷം തന്നെ എടുത്ത് വലിച്ചു പറഞ്ഞില്ലേ. ഇപ്പൊ ഞങ്ങള് ഫ്രഷ് കണ്ടന്റ് ഇട്ടാലും കോപ്പി എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഫ്രഷുകൾ നല്ലോണം ഇട്ടിട്ട് ഇവര് ചിലതിന് സപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 കോപ്പി വീഡിയോ ഇടും. കുറെ ആൾക്കാർ കോപ്പി എന്ന് പറയാനേലും ഒരു കമന്റിൽ വന്നല്ലോ, കമന്റ് ചെയ്യണതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ റീച്ച് കൂടും. ഫറൂഖിന്റെ വൈഫിനെ കാണിക്കാൻ കുറെ കമന്റ്സ് വരാറുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, ഞങ്ങളെ കണ്ടന്റിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അല്ലാതെ വീട്ടിലുള്ള ആൾക്കാരെ കാണിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ചിലവർക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവാതെ വരുമ്പോഴായിരിക്കും ഫാമിലിനൊക്കെ കാണിക്കുക. ഞങ്ങൾ സത്യത്തില് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ അരി ഇറക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുറച്ചു നേരം ഇറക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കിട്ടും. ഞങ്ങൾക്ക് ആ 5 മിനിറ്റ് റെസ്റ്റിലാണ് ഞങ്ങൾ ശരിക്കും വീഡിയോ ചെയ്യുന്നത്. എന്താ ആരും അറിയാത്ത ഒരു പടത്തില് ചെറിയൊരു സീൻ അഭിനയിച്ചു പോകുന്നു. ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാലും മാനക്കേടാണ്. കാരണം വെറുതെ 3 ദിവസമൊക്കെ വന്ന് പോവാണ്. നല്ല പടങ്ങൾ തന്നെ ഇപ്പോൾ ഏറി വന്ന ഒരാഴ്ച 2 ആഴ്ചയാണ് ഇപ്പോൾ ഓടുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 മാസം 3 മാസമൊക്കെ വെറുതെ എഫക്റ്റ് എടുക്കുക. അങ്ങനെ പറഞ്ഞു അന്നെ പണ്ട് തേച്ചിട്ട് പോയ കാമുകല്ല വരുന്നേ. അത്ര വലിയ മെയിൻറ്റെയിനും വേണ്ട. അതിലിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനൊരു പണക്കാരനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. നീയോ മുനീറേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം മുനീറ. നിന്റെ മകൻ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ വന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാടാ എന്നൊക്കെ പറയുന്ന ഒരു 6 യൂട്യൂബേഴ്സ് ആണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. മുനീർക്ക, ഫറൂഖ ആൻഡ് ഹംസപ്പ, വെൽക്കം. ഹംസപ്പയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൂടിയാണിത്. ഇപ്പം നിങ്ങളെ നോക്കുമ്പോഴാണെങ്കിലും 3 ഡിഫറെൻറ്റ് ഏജസ് ഉള്ള ആൾക്കാർ. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ യുണൈറ്റ് ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കോംബോ വന്നത്? ഞങ്ങൾക്ക് എന്തായാലും ഒരാള് അധികം ഞങ്ങള് വാപ്പ മകന് അല്ലെങ്കിൽ ഒരു പലരക്കടയത്തെ ആള്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഏജ്ഡ് ആയ ആള് അത്യാവശ്യമായിരുന്നു. അപ്പൊ ഞങ്ങള് വേഷം കെട്ടിയിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങള് വന്നെങ്കിൽ താടി മൂടിയൊക്കെ നിരപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യും. ലാലുണ്ടാവുമ്പോ ഓനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരാൾ അത്യാവശ്യമായിരുന്നു. ഇതാവുമ്പോ അതിന്റെ ആവശ്യമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് അതിന് വേണ്ടിയല്ലേ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടി. അപ്പൊ ഇപ്പോഴാണെങ്കിൽ അതായത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഫണ്ണി വീഡിയോസ് ആണ്. അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് ഞാനൊരു റൗണ്ടിലേക്കാണ് പോകുന്നത്. ഒരു കുസൃതി ചോദ്യം റൗണ്ടാണ്. അപ്പൊ നമുക്ക് പോയാലോ? റെഡിയല്ലേ? ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും എന്ത്? വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും ആയത് എന്ത്? ഭയങ്കര ആലോചന. കുസൃതി ചോദ്യമാണ്. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും അല്ല. അതിലൊന്നും ഒരു കുസൃതി ഇല്ലല്ലോ. ഇതിത്തിരി കുസൃതിയുള്ള അല്ല. ഞാൻ എന്തായാലും തോറ്റു. പശു 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 അല്ല, പാല്. കറക്റ്റ് ആണ്. അപ്പൊ ഒരു പോയിന്റ് അടിച്ചിട്ടുണ്ട്. വെളുക്കുമ്പോഴാണല്ലോ പശുവിനെ കറക്കുന്നത്, കറന്നു കഴിയുമ്പോൾ പാല് വെളുത്തിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി. അരി എനിക്ക് കുത്തരിയാണ് ഇഷ്ടം എന്നൊക്കെ ഹംസ പറയും. കുത്തരി മാത്രമല്ല, എന്താണ്? ഫറൂഖ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിക്കുക. സിമ്പിളാണ് ഉത്തരം. ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എന്തായിരിക്കും?
അതെ എങ്ങനെയാ അറിയോ, ഇത് അരിന്റെ പേരാവൂല, അതെ. വേറൊരു സാധനത്തിന്റെ പേരാകാം. ഉം. അതാണ് ഉണ്ടാവുക. ആണുങ്ങൾക്ക് നമ്മള് വെറും അരിമക്ക് മാത്രം ചിന്തിക്കും. ആണുങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേറെ എന്തിന്റെയും പേര് ലാസ്റ്റ് ഒരു അരിയുന്നുണ്ടാവും, അത് വന്നാണ് പിടിച്ച് കയറി വന്നു. വീട്ടിൽ സുന്ദരി. കറക്റ്റ് ക്ലൂ ഇട്ട് തന്നു ഫറൂഖ. അടുത്തത്, ഒരിക്കലും പറക്കാത്ത കാക്ക. മലപ്പുറം കാക്ക. മലപ്പുറം കാക്ക പറക്കാറില്ലേ? ഹംസാക്ക. മലപ്പുറത്തിന്റെ ഒരു കാക്കയാണ് ഇയാള് പറക്കുക. അതെ കറക്റ്റ് ആണ്. ഇക്കാക്ക, അതെ ഹംസക്കയാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന തല. അജിത്ത്. കുസൃതി ചോദ്യമാണ്. ഉത്തരാണല്ലോ അല്ലേ? അതെ, എല്ലാവരും ബഹുമാനിക്കുന്ന തല. പറഞ്ഞാണ് വൈവില്ലാന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും ബഹുമാനിക്കുന്ന തല എന്തിനായിരിക്കും? പറയട്ടെ. ചുമതല. കാണാൻ പറ്റാത്ത നാവ്. കാണാൻ പറ്റത്തില്ല, നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മളൊക്കെ കാണാറുണ്ട്, ഒരുപാട് കാണാറുണ്ട്. എനിക്ക് തല പോക്കണ ഇഷ്ടമല്ല, അല്ലെ തന്നെ കണ്ടന്റ് ആലോചിച്ചിട്ട്. കിനാവാണ്. അപ്പം ഗംഭീരമായിട്ട് കളിച്ചു, കുറച്ച് ഉത്തരങ്ങളൊക്കെ ശരിയാക്കി. അപ്പം അതായത് ഇപ്പം നിങ്ങളുടെ ഇപ്പം വീഡിയോസ് ആണെങ്കിലും ഞാനിപ്പോൾ ഈ കുസൃതി ചോദ്യം ഇടാൻ കാരണമാണെങ്കിലും എന്താണെന്നോ, കാരണം ഓരോ ദിവസവും ഓരോ ഫ്രഷ് കണ്ടന്റുകളാണ്, ഡെയിലി ഡെയിലി ഡെയിലി. അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എങ്ങനെയാണ് ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരുന്നത്? ആക്ച്വലി ഇത് എന്താ സംഭവിക്കണാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ കണ്ടന്റ്, നാളേക്കുള്ള കണ്ടന്റ് ചിലപ്പോ ഇങ്ങനെ ഫ്രണ്ട്സുകളെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് വരിക. ആരേലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവര് ചിലപ്പോ ചളിയായിട്ട് അടിച്ച് വിറ്റാണെങ്കിലും അത് കുറച്ചായി കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി വിറ്റാവും. പിന്നെ ഇങ്ങനെ ചായക്കടയിൽ ഇരിക്കുന്ന ആൾക്കാരെ വായിന്ന് വരുന്ന അത്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുക. കൂടുതൽ ഫ്രണ്ട്സുകളെ കൂടെ നമ്മൾ ഒരു ദിവസം ഒന്ന് പോയി ഇരുന്നാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് കിട്ടും. അപ്പം ഹംസപ്പ, ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കുറച്ചായി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ടീമിന്റെ കൂടെ. അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഒക്കെ നല്ല ഇതിലാണ്. എന്തുണ്ടെങ്കിലും ഫാറൂഖ് വിളിക്കും, മയൂർ വിളിക്കും, എന്ത് ഒരു കണ്ടന്റ് എടുക്കും, എവിടെ കണ്ടാലും ഹംസപ്പാനെ തിരിച്ചറിയും. അതൊക്കെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴേ ആൾക്കാര് ചെറിയ കുട്ടികളൊക്കെ പേരെടുത്തിട്ടാ വിളിച്ച എനിക്ക് ഒന്ന് വന്നു കഴിഞ്ഞിട്ട്, അതായത് ഹംസപ്പ ജോയിൻ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ട്രെൻഡിങ് ആയിരുന്നു, എല്ലാ ഷോർട്സും വീട്ടിലേക്കായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പില്ലറിന്റെ പുറകില്, അതായത് ഒരു മാജിക് കാണിച്ചു കഴിഞ്ഞപ്പോ ഹംസപ്പ. അതെ, അത് ശരിക്കും ഒറിജിനൽ വയറായിരുന്നു. ഞങ്ങള് എന്താ നെസ്റ്റോന്റെ വീഡിയോ ചെയ്യാൻ പോയപ്പോഴും ഇയാള് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആൾക്കാർ വിചാരം വല്ല തലേണ എന്തേലും കെട്ടിക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒറിജിനൽ തന്നെയാണ്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഹംസപ്പാനെ സെലക്ട് ചെയ്തത്. ആദ്യം ഹംസപ്പന്റെ വയറൊക്കെ നോക്കിയിട്ടാണ്. കമന്റിൽ പറയുന്നുണ്ട് എന്താ വയറുകൊണ്ട് രക്ഷപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഹംസപ്പ. അത് വെച്ചിട്ട് ഒരുപാട് കണ്ടന്റുകൾ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ. ഇനിയിപ്പോ നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക്, ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് ഇതുവരെ, അതായത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചാനൽ തുടങ്ങും, എല്ലാം ഒരു സ്ട്രഗിളിൽ നിന്ന് തുടങ്ങിയൊരു ടീമാണ്. അപ്പം ഇപ്പം 0 to ഈ ഒരു ഇപ്പൊ എത്തി നിൽക്കുന്ന ഈ ഒരു ജേർണി ആലോചിക്കുമ്പോൾ എത്രമാത്രം എങ്ങനെ ആയിരുന്നു ആ ഒരു ജേർണി? ഇപ്പൊ എന്തായാലും കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിലൊക്കെ പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇപ്പൊ അത്യാവശ്യം നമ്മളിങ്ങനെ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുവല്ലോ, പൈസ നല്ല വലുത്, ഈ സ്നേഹാണ്, ആരോഗ്യവും പൈസയും ഉണ്ടെന്നുണ്ടെങ്കിലേ ഭൂമിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുക, സ്നേഹമൊക്കെ വരും. മറ്റേതിങ്ങനെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ കൊള്ളാം, അല്ലാതെ 10 പൈസ ഒക്കെ കൊള്ളൂല, ചില പൈസ തന്നെ വേണം. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്താ ഭാര്യ പ്രസവിച്ചപ്പോഴൊക്കെ ഒരു ടെൻഷനും ഇല്ല, കാരണം നമ്മളെ അടുത്ത് പൈസ ഉണ്ട്. അപ്പൊ പൈസ ഉണ്ടാവുകൊണ്ടാണ് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ മാറും. ചില കാര്യങ്ങൾക്ക് ചിലപ്പോ പൈസ ഇല്ലാത്ത സ്നേഹം ഉണ്ടാവില്ല എന്നല്ലേ പറയണേ. പൈസക്ക് പൈസ തന്നെ വേണം. അപ്പോൾ ഈ ഒരു, അതായത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു നിങ്ങളുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എങ്ങനെ ആയിരുന്നു ആ ഒരു? സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നു, അന്നും അടിപൊളിയാണ്. അന്നത്തേതായ രീതിയിൽ അടിപൊളിയായിട്ട് പോവായിരുന്നു. പിന്നെ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഗൾഫിലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ എൻജോയ്മെന്റ്. അന്നത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരാളേക്ക് 500 വാങ്ങും, എന്നിട്ട് ഇവനിക്ക്
കൊടുക്കണമെങ്കിൽ വേറെ ആളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഇവനക്ക് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക. രാവിലെ നീക്കുമ്പോ റബ്ബേ ഇനിയിപ്പോ ഇന്നത്തെ മറ്റവന്റെ പൈസ എങ്ങനെ കൊടുക്കും, അങ്ങനത്തെ ഒരു കാലമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ കടങ്ങളൊക്കെ വേടിയിട്ട് ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ സമാധാനമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഇത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങളുടെ വീഡിയോസ് തൊട്ടാണ് ഈ ചെങ്ങായിമാരും മലപ്പുറം ചെങ്ങായിമാർ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ ഓർക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സ് എങ്ങനെ ആയിരുന്നു നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിന് കൊടുത്തിരുന്ന ഒരു വാല്യൂ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ? അതെന്താ വെച്ചാല് ഇപ്പൊ ഈ വീഡിയോന്റേതാണെങ്കിലും ഈ ഫാറൂഖ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ ഫാറൂഖ് ഇല്ല. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞങ്ങള് കടയിൽ ഞങ്ങള് പോട്ടർമാരായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വർത്താനൊക്കെ ഉണ്ടായിക്കണമെന്നല്ലാതെ, വർത്താനം മീൻസ് അങ്ങനെ വലിയ ഇതല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിക്കണമെന്നല്ലാതെ അപ്പൊ തന്നെ ആ വർത്താനം അവിടെ കഴിയും. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ രണ്ടാളും വേണമെന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതിൽ ബേസിൽ തന്നെ ഞങ്ങൾ എപ്പോഴും പോകുള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും ഞങ്ങള് വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോ എന്താ ഞാൻ ഹംസപ്പി മാത്രം എടുക്കും, ചിലപ്പോ ഇവനും ഹംസപ്പി എടുക്കും, അല്ലെ ഇവന്റെ നാട്ടിലത്തെ ചെക്കന്മാരൊപ്പം എടുക്കും. അത് എന്താ ഇവന് രാവിലെ നീക്കാൻ തന്നെ 10 മണിയാവും. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുക രാവിലെ 8 മണിക്കാണ് വീഡിയോ എടുക്കുക. 10 മണിയാകുമ്പത്തിന് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. 10 മണിക്ക് എണീറ്റ് വരുന്ന ആളെ ചിലപ്പോ വിളിക്കാൻ പറ്റാറില്ല എന്നൊക്കെ അല്ലേ? പക്ഷെ വൈകുന്നേരമൊക്കെയാണ് എടുക്കണെച്ചെങ്കിൽ ഇവനെ വിളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ. അവര് തമ്മിൽ യാതൊരു പ്രശ്നമല്ല. ഞാൻ തീരെ പ്രശ്നമല്ല, പ്രശ്നമില്ല, ഞാൻ തീരെ പ്രശ്നമില്ല. അതുപോലെ നിങ്ങളുടെ ഇപ്പൊ വീഡിയോ പ്രശ്നം ഉണ്ടാവാണ്ട് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലെ കണ്ടന്റുകളാണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു കണ്ടന്റ്. അതായത് ഇപ്പോൾ 90s കിഡ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ജോലിയുടെ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാം ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. കമൻറ്റ് ബോക്സ് അത്തരത്തിലാണ്. കാരണം ഞങ്ങളെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കാര്യം, നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യമല്ലേ, അത് പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ തോന്നാറുണ്ടോ? ഞങ്ങള് ഫസ്റ്റ് വീഡിയോ ഇതേമാതിരി റിലേറ്റബിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതായത് നമ്മളെ നാട്ടിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ അതേ സാധനം പുറത്തുണ്ടാവുന്ന ഞങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അറിയില്ല. പിന്നെ ചെയ്ത് കമന്റുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവണം നമ്മളെ ഉണ്ടാവുന്ന അതേ സംഭവം അപ്പുറത്തും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോക്ക് പോകാൻ കാരണം പിന്നെ ഞങ്ങള് 90s കിഡ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളാണ് അധികം വീഡിയോസിൽ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളതും, അതായത് നമ്മളെ അടുത്തുള്ള ആൾക്കാർ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുള്ള പരിചയം. അതായത് ഇപ്പൊ ഹംസപ്പാന്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടിലും വയസ്സിന് മൂത്ത ഒരാളാണ്. അപ്പൊ ആൾക്കുണ്ടായിട്ടുള്ള കോമഡികൾ പറഞ്ഞാല് ചിലപ്പോൾ ഞങ്ങളെക്കാട്ടിലും കോമഡി ആയിക്കാരും വരിക, മനസ്സിലായോ? അപ്പൊ അതൊക്കെ പാടെ ഞങ്ങള് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോ ആരോടെങ്കിലും ചോദിക്കും, എടാ ഇതേ സംഭവം അനക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും. നമ്മളേക്ക് മാത്രം സംഭവിച്ചാന്ന് കരുതണ കുറെ പൊട്ടത്തരങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവും. അത് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ധൈര്യത്തോടെ ഇടും. അപ്പൊ കുറെ ആൾക്കാർ വരും, ആടാ ഇതന്നെ എനിക്കും സംഭവിച്ച്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നിങ്ങൾ 90s കിഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ 90s കിഡ്സ് ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീൽസിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ 90s കിഡ്സ് അങ്ങ് വീഡിയോസ് അവരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പം 90s കിഡ്സ് ആയതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ്? 90s കിഡ്സ് പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ആ സമയത്ത് മൊബൈൽ ഇല്ലാത്തൊരു കുട്ടിക്കാലം കിട്ടി, മൊബൈലിൽ കിട്ടി. അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ ലവ് ലെറ്ററിൽ എഴുതണ ആ ഒരു പ്രണയം ഇതൊക്കെ ഏകദേശം ഒരു 10ാം ക്ലാസ് ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് അതും കിട്ടി. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ അങ്ങനെ ചെറിയ ഫോണുകളൊക്കെ വരല് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ ഡിഗ്രിക്കൊക്കെ പഠിച്ചു, ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല, ഇവരൊക്കെ പഠിച്ചോളും. പിന്നെ നമ്മളൊരു 25 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഫോണിൽ കൂടി ഇല്ല മെസ്സേജ് അയച്ചിട്ടില്ല, രണ്ടും കൂടി മിക്സ് ആയി കിട്ടാനുള്ള ഭാഗ്യം കിട്ടി. ഇപ്പൊ ഇറങ്ങിയ ആൾക്കാർ അൺലിമിറ്റഡ് കോൾ ഒക്കെ അല്ലേ? അന്നത്തെ ടൈമിൽ അൺലിമിറ്റഡ് കോൾ ഒന്നും ഇല്ല. മിനിറ്റിന് എത്ര 10 പൈസ 20 പൈസ ആദ്യം ₹1 അങ്ങനത്തെ കാലങ്ങൾ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ നെറ്റ് റീചാർജ് ചെയ്യണ ₹29 അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഫോണ് വരുന്നതിന് മുമ്പ് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുക, അങ്ങനത്തെ സംഭവം ഇപ്പൊ ഇല്ലല്ലോ. ഗ്രീറ്റിംഗ് കാർഡ് പറഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്മസിനാണെങ്കിലും ന്യൂ ഇയറിനാണെങ്കിലും നമ്മള് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ ആ സംഭവങ്ങളൊന്നും ഇല്ല, ഗ്രീറ്റിംഗ് കാർഡ് തന്നെ. പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് വെള്ളത്തിൽ ചാടാൻ പോവാ, കുളത്തേക്ക് ചാടുക, മാങ്ങ ഇറക്കാൻ പോവാ. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അതില്ലല്ലോ.
അപ്പൊ ആ ഒരു കാലഘട്ടം എന്താ അവിടുന്ന് ബാക്കിലുള്ള കാലഘട്ടം ഒക്കെ ഒരേപോലെ ആയിരുന്നു. അതായത് 80 ഇപ്പൊ ഹംസപ്പാന്റെ ചെറുപ്പത്തിലത്തെ കാലഘട്ടം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ ഇപ്പത്തെ ന്യൂ ജനറേഷന്റെ കാലഘട്ടം ഞങ്ങൾക്ക് കിട്ടി. അതാണ് 90 കിഡ്സിന്റെ പ്രത്യേകത. 3 കാലഘട്ടം കണ്ടു വളർന്നവരാണ് ഞങ്ങള്. അതാണതൊക്കെ. ഹംസപ്പ ഇപ്പൊ 90s കിഡ്സിന്റെ ഒക്കെ കാലം പറഞ്ഞു. അപ്പം ഹംസപ്പയുടെ ഒക്കെ ഒരു ചെറുപ്പകാലമൊക്കെ ആലോചിക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? എന്റെ ഒക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടുള്ള കാലം. അങ്ങനത്തെ കാലം 70-ലൊക്കെ 70 ജനിച്ചത്. പിന്നെ കുറച്ച് കാലം അന്നൊന്നും നമുക്കൊരു പുരോഗതിയൊന്നുമില്ല. പ്രേം നസീറിന്റെ ഒക്കെ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ ഫോണ് വരുന്ന ഇപ്പൊ നമ്മൾ രാഷ്ട്രമാരും ഗൾഫ് പോയി ഫോണ് വരുന്നതിന് കിലോമീറ്ററോളം വിട്ടിട്ടാ വരിക. അപ്പൊ അവിടെ പോയി നിക്കണം. ഫോണ് അവിടേക്ക് വരുന്ന പറഞ്ഞിട്ട് അവര് ഇവിടെ വന്ന് ചിലപ്പോ ഇവിടെ വന്ന് പറയും, എന്നിട്ട് വീട്ടിൽ വന്ന് പറയും, എന്നിട്ട് ആ സമയത്ത് അവിടെ പോയിക്കണം. പിന്നെ ഞാൻ ഗൾഫ് പോയതിനു ശേഷം അവിടെ പോയിട്ട് നമ്മൾ കോയിൻസ് ഇട്ടിട്ട് അത് വരിക്ക് നിൽക്കണം. ബൂത്തിൽ പോയിട്ട് വരിക്ക് നിൽക്കണം. പിന്നെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ പോയിട്ട് ബൂത്തിൽ ഇങ്ങനെ കോയിൻസും കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കണം നാട്ടിൽ വിളിക്കണമെങ്കിൽ. പിന്നെ ആ സമയത്ത് വിളിക്കുമ്പോ ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ പിന്നെ ബാക്കിൽ പോയി നിൽക്കണം. എന്നിട്ട് പിന്നെ ആ വരിയിലും അതിന്റെ ഒപ്പം എന്നോട് പറഞ്ഞു ബൂത്ത് ഉണ്ടാവും. ആ ബൂത്തിൽ പോയിട്ട് കോയിൻസും കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവിടുന്ന് വിളിച്ച് ചിലപ്പോ ഇവിടെ ചിലപ്പോ അടിക്കുണ്ടാവില്ല, അല്ലെങ്കിൽ ആളുണ്ടാവില്ല. എന്നിട്ട് പിന്നെ രണ്ടാവും. പിന്നെ ബാക്കിലത്തെ ആൾക്കാർ ചൂടാവൂലേ കൊറേ നേരം നിന്നാല്. അങ്ങനെ പോയി. പിന്നെ കത്തിന്റെ പിന്നെ കത്തും ഒക്കെ എന്റെ പരിപാടി ഉണ്ടല്ലോ. കത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് നാട്ടിൽ നിന്നൊക്കെ കത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊലിവാണ്. കാരണം ഈ പോസ്റ്റിൽ ഇങ്ങനെ പോയി എന്നും നോക്കും ഏതൊരു കത്ത് വന്നിട്ടുണ്ടോ. പോസ്റ്റിൽ നമ്മളൊക്കെ തന്നെ ചാവി ഉണ്ടാകും. പോയിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കത്ത് കിട്ടും. ഇപ്പൊ എന്റെ ഒക്കെ ഗൾഫിലായിരുന്ന സമയത്ത് ഞങ്ങളെ കാസറ്റില് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ചെറിയ കുട്ടിയാണ്. ഇപ്പൊ എന്തൊക്കെ ഉണ്ട് സുഖം ഉണ്ടോ ഇനി വരുമ്പോ വാക്ക്മാന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ചെറിയ ഇത് അത് കൊണ്ടുകൊണ്ടു ഇത് കൊണ്ടുകൊണ്ടു. പിന്നെ അതിന്റെ ഇടയിൽ ഇമ്മ വരും. ഇമ്മ പറയും വല്യമ്മ പൈസ അയക്കൊണ്ടു എന്ന് പറയും. അന്ന് വാട്സപ്പിൽ ഇങ്ങനെ വിട്ടാ പോണ സാധനം പിന്നെ അത് ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തും. അവരത് ഇങ്ങനെ കുറെ കാലം കേട്ടിരിക്കത്തരെ. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഹംസപ്പ ഇപ്പൊ വീഡിയോസിലൊക്കെ വരുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാലും ഇപ്പം കുട്ടികളടക്കം ഹംസപ്പനെ തിരിച്ചറിയുന്നു. അപ്പൊ ഇപ്പം മക്കളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം എങ്ങനെയാണ്? വളരെ സന്തോഷമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം ഭയങ്കര സപ്പോർട്ടാണ്. 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. പിന്നെ ഭാര്യ നല്ല ഫുൾ സപ്പോർട്ടാണ്. എന്ത് ഇപ്പൊ നമ്മള് പിന്നെ വേണ്ടാത്തല്ല നമ്മൾ വേഷത്തില് ഒരു ഇതൊക്കെ നമ്മൾ ട്രൗസർ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ് എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ് മക്കളെന്ന്. അതുപോലെ ഫറൂഖ എല്ലാവരും കമന്റ്സിൽ ചോദിക്കുന്നതാണ് ഫറൂഖയുടെ വൈഫിനെ എന്താ കാണിക്കാത്തെ അങ്ങനെ. അതായത് എന്തിയെ അല്ലെ ഫറൂഖിന്റെ വൈഫിനെ കാണിക്കാൻ കുറെ കമന്റ്സ് വരാറുണ്ട് മിക്ക വീഡിയോസിനും. എന്താണ് ഫാമിലിനെ കാണിക്കാത്തത്? അവരെയും കൂടി വെറുതെ തെറി കളിപ്പിക്കണം. അധികം ആൾക്കാർക്കും ഇഷ്ടമല്ല അങ്ങനെ അങ്ങനത്തെ കമന്റ് വരും. പിന്നെ നീ ഫാമിലിനെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഞങ്ങളെ കണ്ടന്റിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അല്ലാതെ വീട്ടിലുള്ള ആൾക്കാരെ കാണിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റുകൾ ഇങ്ങനെ വരും. നീ അങ്ങനെയല്ലേ റീച്ച് ഉണ്ടാക്കണേ, ഇങ്ങനെയല്ലേ റീച്ച് ഉണ്ടാക്കണേ. ചിലവർക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവാതെ വരുമ്പോഴായിരിക്കും ഫാമിലിനൊക്കെ കാണിക്കുക. പിന്നെ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എന്തേലും അവൾക്ക് അങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൾ വന്നോട്ടെ. പക്ഷെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല അവൾക്ക് താല്പര്യം. പക്ഷെ ഓൾക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. അതിൽ ഞാൻ ചില വീഡിയോ കൊളാബ് ചെയ്തിട്ട് ഇടുകയൊക്കെ ചെയ്യും. പ്രൈവറ്റ് അക്കൗണ്ട് ആണെന്നാലും 40K ഫോളോവേഴ്സൊക്കെ വെറുതെ വന്നിക്കണം. സ്വന്തം ഫോട്ടോ ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അല്ല ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫറൂഖയുടെ വൈഫിനെ. കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു ചില വീഡിയോസിലൊക്കെ ഡബിങ് ആയിട്ടും അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ചില സൗണ്ട് ആയിട്ടൊക്കെ കാണിച്ചിട്ടില്ല. അതുപോലെ ഒരു കുഞ്ഞുകൂടി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ലൈഫ്, അതായത് ഒരു കുഞ്ഞുകൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ അത് വേറൊരു ലൈഫാണ്. അവരോട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും നമ്മള് ആദ്യം കൂട്ടുകാരന്മാരപ്പം മാത്രം നടന്നിരുന്ന ഒരു ലൈഫ് ഉണ്ടാവില്ലേ ഫസ്റ്റ്. പിന്നെ അപ്പൊ അങ്ങനെ ആൾക്കാർ പറയും പെണ്ണെട്ടി കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞോടാ, ഇനി ഒരു രസം ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയാണ്. കല്യാണം കഴിഞ്ഞാലുള്ള ലൈഫ് വേറൊരു ലെവലാണ്. നമ്മൾ പാർക്കിൽ പോകുമ്പോഴും അവരെ കളിപ്പിച്ചിട്ട് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കുപ്പിയിലാക്കി കൊണ്ടുപോകണം. ഇടക്ക് കൊടുക്കേണ്ടി വരും. ആ വിരക്കി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അല്ലേ അത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു ഫാദർ ആവുമ്പോൾ
ലൈഫ് വേറൊരു ലെവലിലേക്ക് ചേഞ്ച് ആവും. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും. പിന്നെ നമ്മൾ എങ്ങോട്ടേലും പോയി തിരിച്ചു വരുമ്പോ എന്താ ഓടി വരാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടികൾ വാതിലുറന്ന് ഓടി വരും, മുട്ടായി ഉണ്ടോന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ഇതാക്കാൻ നമുക്ക് മറ്റേത് വീട്ടിൽ നിൽക്കാനേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. എപ്പോഴും ഫുള്ള് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ അതിന് ശേഷമാണ് വീട്ടിലൊക്കെ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ വീട്ടിലാണെന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നണില്ലെന്നല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും. അപ്പം ഉത്തരങ്ങൾ പറഞ്ഞാൽ മതിയേ. ഫെയിം ആയപ്പോൾ വന്ന ഒരു ശീലം നിങ്ങൾക്ക്, അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയപ്പോൾ സെലിബ്രിറ്റി ആയപ്പോൾ മാറി വന്നപ്പോൾ നിങ്ങൾക്ക് വന്നൊരു ശീലം എന്താണ്? ഞങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങൾക്ക് പറയും പോലെ കുറെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടൽ തുടങ്ങിയപ്പോൾ ഞങ്ങള് ഒരു ട്രൗസറും ഒരു ടീഷർട്ട് ഇട്ട് ഞങ്ങള് ഒരേ യൂണിഫോം ആയിരുന്നല്ലോ അന്ന് അരിഗോഡൗണില്. അതിട്ടിട്ടാണ് ഞങ്ങൾ കൂടുതൽ വീഡിയോ ചെയ്തത്. കാരണം ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത് തന്നെ ഇട്ടൊക്കെ ചെയ്യും. ഡ്രസ്സ്, ഷൂ അങ്ങനത്തെ ഒക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ അവർ തരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരോ വീഡിയോകളിലും അല്ലെങ്കിൽ ഓരോരോ ഉദ്ഘാടനത്തിന് പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അടുത്തതേത് ഡ്രസ്സ് എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നതല്ലേ. എനിക്ക് രണ്ടാൾക്കും കുറച്ച് റിസ്ക് ആണ്. എനിക്കാണ്, അതുകൊണ്ട് അതെല്ലാം ഞാൻ എടുക്കുന്നത്. കണ്ടന്റ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ട ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അതായത് ഒരു കണ്ടന്റ് കുറച്ചായി പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി കുറെ എഫേർട്ട് ഇട്ട ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നോ? ഒത്തിരി ടൈം എടുത്ത് കണ്ടന്റ് കിട്ടാതെ വരുമ്പോ ഞങ്ങള് ഞാനും ഇവനും കൂടിയിട്ടാണ് ഇത് ആലോചിക്കുക. ഇപ്പൊ എന്റെ വീഡിയോയില് എന്റെ അക്കൗണ്ടിൽ വീഡിയോ ഇടണമെങ്കിൽ ഞാൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. അതില് ചെറിയ ലാസ്റ്റത്തെ ഭാഗങ്ങളൊക്കെ ചിലപ്പോ ചർച്ച ചെയ്യും. അതേപോലെ ഇവന്റെ വീഡിയോ ഇടണമെങ്കിൽ അതിന്റെ കണ്ടന്റ് ഇപ്പം കണ്ടുപിടിക്കണം. ഓ, അങ്ങനെ നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു റൂൾസ് ഒക്കെ ഉണ്ട്. എന്റെ പേജിലാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. കണ്ടന്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഇവനക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനങ്ങൾ ഇവന് എനിക്ക് തരും. എനിക്ക് വേണ്ടാന്ന് തോന്നുന്ന ഇവന് സംഭവങ്ങൾ തന്നെ അഭിനയിക്കുക. ഇപ്പൊ ഇവന്റെ ഇതിൽ ഇട്ടാ റീച്ച് ആവാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ പറയും അന്റെ വേണമെങ്കിൽ ഇട്ടോ, അല്ലെ ഇപ്പൊ എനിക്ക് താല്പര്യമില്ല അനക്കിട്ട കേറും. അങ്ങനെ രണ്ടിലും ചിലപ്പോ വേറെ വേറെ സംഭവം ഒരേ ഫോളോവേഴ്സ് തന്നെയാണ്. എന്നാലും ചില വീഡിയോ ഞങ്ങൾ അങ്ങോട്ട് ആൾക്കാർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും, അത് മാറ്റം വരും.